ഹായ് ഡിയേഴ്സ്, ആറാട്ടിന് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ആറാട്ടിൽ എനിക്ക് ഈ വർഷവും പങ്കുചേരാൻ സാധിച്ചു. കഴിഞ്ഞ വർഷവും ശ്രീ പത്മനാഭൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു ഭാഗമായിട്ട് ഭഗവാന്റെ കൂടെ പോവാൻ, ഭഗവാനെ ആറാട്ടിന് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും എൻ്റെ അമ്മയ്ക്കും. ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇന്ന് എൻ്റെ അച്ഛനും ആറാട്ടിന് കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അച്ഛന് വരാൻ സാധിക്കാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. ഈ വർഷം ഭഗവാൻ തന്നെ ആ വിഷമം മാറ്റിത്തന്നത് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ പോയതിനു ശേഷം പിറകിൽ നിന്നും വരുന്ന 4 ക്ഷേത്രങ്ങളിലെ ആനകൾ കാണും. അതിൽ 2 ആനകൾ, കാളിദാസൻ എന്ന് പറയുന്ന ഒരു കൊമ്പനും പിറകിൽ നിന്നും വന്ന ഒരു കുട്ടിപ്പിടിയാനയും കുറച്ച് വാശി പിടിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ശാന്തമായിട്ട് നടന്നു വന്ന ഒരു അന്തരീക്ഷത്തിൽ പെട്ടെന്നൊരു വെടിയൊച്ച കേട്ടപ്പോൾ നമ്മൾ മനുഷ്യരെ പേടിച്ചു. അപ്പോൾ ആ ഒരു ആനക്കുട്ടികൾ എന്ത് പേടിച്ചാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കാളിദാസനും ആ പെൺ ആന അല്ലെങ്കിൽ ആ ഒരു പിടിയാനയും പേടിച്ചിട്ടാണ് അവർ വരേണ്ട പോലെയൊക്കെ കാണിച്ചത്. കാളിദാസനെ കുഴപ്പമില്ല, കാളിദാസനെ ശാന്തനാക്കി കാളിദാസനെ കൊണ്ടുപോയി. എന്നാൽ പിടിയാന കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓൾ നല്ല പേടിച്ചിട്ടാണ് എന്ന് നമുക്ക് ഓളുടെ ഭാവങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. കാരണം കുട്ടികൾ നടക്കുന്നത് പോലെ വളരെ പേടിച്ച് പമ്മി വളരെ പേടിച്ചിട്ടാണ് ഓൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓൾ നടന്നു വരുന്ന ആ ഒരു കാഴ്ച. സത്യം പറഞ്ഞാൽ ഇവിടെ ലച്ചുവിന് നമ്മൾ വഴക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കുട്ടിത്തൊക്കെ കാണിച്ചിട്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈലിൽ പമ്മിയായിരുന്നു ഈ കുട്ടിയാനെ നടന്നിട്ടുണ്ടായിരുന്നത്. ആളുകളൊക്കെ പരിഭ്രാന്തരായിട്ട് ഓടിപ്പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ കുട്ടിയാനെ കാണിക്കുന്ന ആ ഒരു പ്രശ്നം. അപ്പോൾ ഓള് പേടിച്ചിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും. ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് വളരെ പേടിച്ചിട്ടാണ്. പാപ്പാൻ നടക്ക് പറയുന്നതുകൊണ്ടാണ് ഓള് നടക്കുന്നത്. പക്ഷെ ഓൾക്ക് ആ ഒരു സൗണ്ട് കേട്ടതിൻ്റെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മൾ മനുഷ്യരെ തന്നെ പെട്ടെന്ന് പേടിച്ച് ഇങ്ങനെ എക്കിപ്പോവാന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആയപ്പോൾ അപ്പോൾ ഓൾക്ക് എന്തുമാത്രം പേടി വന്നു കാണും. ഇത്രയും വലിയ ശരീരമുണ്ടെങ്കിലും മനസ്സെന്ന് പറയുന്നത് ഒരു കുട്ടികളുടെ മനസ്സ് തന്നെ ആയിരിക്കില്ലേ. അതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് പേടിച്ചു. അത് എനിക്ക് മനസ്സിലായി, ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ആന ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. എന്നാലും ആനയുടെ സ്വഭാവം മാറുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ആദ്യമായിട്ട് കാണാൻ സാധിച്ചു. ഓളെ വാവാന്ന് വിളിച്ച് കൊണ്ടുവരാണ്. ഓള് പേടിച്ച് നടന്നു വരാണ് പമ്മി. എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് കയറി ഒളിച്ചിരിക്കുകയാണ്. ഞാൻ വരുന്നില്ല എന്ന് എന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഓടിക്കയറിയ വീടാട്ടോ ഇത്. അവൾ പ്രശ്നം ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാക്കി പേടിച്ച് നമ്മൾ വീട്ടിലോട്ട് ഓടിക്കയറി. അങ്ങനെ പിന്നെ ഓള് വന്നില്ല. നമ്മൾ നടന്നതേ പോവാണ്. നമ്മൾ എയർപോർട്ടിലോട്ടാണ് പോകുന്നത് നേരെ. ഈ ഒരു സമയത്ത് മാത്രമേ റൺവേയിലൂടെ നടക്കാനൊക്കെയുള്ള ഭാഗ്യമുള്ളൂ. അത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഈ പാസ്സുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത പാർട്ട് 2 ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.